ശ്രദ്ധേയമായൊരു നിലപാടിലേക്ക് CPM പോവുകയാണ്. ഒന്ന്, വെൽഫെയർ പാർട്ടി ചിലയിടങ്ങളിലെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചതിനെ തള്ളിപ്പറയാൻ CPM തയ്യാറാവുന്നില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിൽ കൂട്ടുകെട്ട് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. രണ്ട് മുതിർന്ന നേതാക്കളാണ്, A വിജയരാഘവനും AK ബാലനും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട്, അദ്ദേഹവും ഈ വിഷയത്തിൽ മറുപടി പറയുമോ എന്ന കാര്യം കൂടി നോക്കാം. എന്തായാലും മാറുന്ന അജണ്ടകൾക്കൊപ്പമാണ് ഇടതുമുന്നണിയും, അതാണ് അവിടുത്തെ സാഹചര്യം. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ കൂടി പ്രതികരണം വരുന്നു. LDFനെ പുറത്താക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കുമെന്നാണ് MK രാഘവൻ MP പറയുന്നത്. വർഷങ്ങളോളം ജമാഅത്തെ ഇസ്ലാമിയുമായി CPMന് സഖ്യമുണ്ടായിരുന്നു. ചങ്ങാത്തം വിട്ടപ്പോഴാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും MK രാഘവൻ ന്യൂസ് 8നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കഴിഞ്ഞ 46 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയ പാർട്ടി CPM ആണ്. മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്താണ് ചങ്ങാത്തം പിരിഞ്ഞെന്ന് ആലോചിക്കണം. ചങ്ങാത്തം പിരിയുമ്പോൾ ഉണ്ടാകുന്ന ആരോപണമല്ലാതെ അത് വലിയ ഗൗരവത്തിൽ ഞങ്ങൾ എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സഖ്യമുണ്ട്. ആ സഖ്യം ഐക്യജനാധിപത്യ മുന്നണിയാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കുന്ന പലരുമുണ്ട്. ആരൊക്കെ സഹായിക്കാൻ വരുന്നു അത് അവരുടെ തീരുമാനമാണ്, അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ CPM സ്വീകരിച്ച പോലെ അവസരവാദ രാഷ്ട്രീയം, മുഖ്യമന്ത്രി പറയാറുണ്ട് 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ ആശയം വിൽക്കാറില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ CPMന്റെ ആശയമെല്ലാം വിറ്റുകഴിഞ്ഞിരിക്കുന്നു BJPക്ക് വേണ്ടി. അതാണ് ഇന്നിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം. എന്തായാലും MK രാഘവൻ ഉന്നയിക്കുന്ന ആരോപണവും ആ തരത്തിൽ തന്നെയാണ്. MS അനീഷ് കുമാർ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുള്ള ആരോപണം CPMൻ്റേത് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധമാണ്. വീണ്ടും നിയമസഭയിൽ അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പഴയ ആർജവവും മൂർച്ചയുമില്ല. ഒപ്പം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തള്ളിക്കളയാനും CPM അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. എന്താണ് ഇത് മലബാറിൻ്റെ ഒരു പൊതു സാഹചര്യം? അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ വിഷയം ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുക? ഈ പ്രാദേശിക തലത്തിൽ ഇത് ഉന്നയിക്കപ്പെടുന്നുണ്ടോ, അതോ സംസ്ഥാന നേതാക്കളുടെ ഈ പ്രസ്താവനയിൽ അത് ഒതുങ്ങുകയാണോ അനീഷ്? സജിത്ത്, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണ വിഷയമായി CPM ഉയർത്തി കാട്ടിയതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം. മുഖ്യമന്ത്രി അടക്കം പലവട്ടം ഇക്കാര്യത്തെ തള്ളിപ്പറഞ്ഞു. MV ഗോവിന്ദൻ അടക്കം ഉള്ളവർ പലപ്പോഴും പ്രസംഗങ്ങളിൽ അവരുടെ പ്രധാന പ്രചാരണ വിഷയമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതേ ആർജവത്തോടുകൂടി അല്ലെങ്കിൽ അതേ ആവേശത്തിൽ ഇത്തവണ പ്രചാരണ വേദികളിൽ ഇക്കാര്യങ്ങൾ പറയുന്നില്ല. പ്രാദേശിക തലത്തിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോഴും ഈ വിഷയം കാര്യമായി ഉന്നയിക്കുന്നില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ആദ്യമായി ഉന്നയിച്ചത് അഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലാണ് ഇക്കാര്യം പറഞ്ഞത്. അത് ഈ വനിതാ ലീഗ് നേതാക്കളൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾക്ക് പിന്നാലെയാണ് ഇക്കാര്യം പറഞ്ഞത്. അത് ഈ ഫാത്തിമ തഹ്ലിയ എന്ന പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അവർ താരതമ്യേന ജൂനിയറായ ആളാണ്. അടുത്തിടെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ചത്. കുറ്റിച്ചിറ പോലുള്ള ഒരു ഉറപ്പായ വാർഡിൽ നിന്നാണ് ജയിച്ചത്. അതിനുശേഷം വളരെ പെട്ടെന്ന് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയായി അവർ രംഗപ്രവേശം ചെയ്യുന്നു. അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനേഷനാണ്, അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഫാത്തിമ തഹ്ലിയ അക്കാര്യത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തി. അഹമ്മദ് ദേവർകോവിലിനെ നിശിതമായി വിമർശനമുള്ള പ്രതികരണം നടത്തി. ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ രംഗത്തിറങ്ങുകയും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതൃത്വ നിരയിലുള്ള യുവ നേതാക്കളിൽ പ്രമുഖയായ ആളാണ് ഫാത്തിമ തഹ്ലിയ. അവർക്കെതിരെ ഇത്തരത്തിലൊരു ചാപ്പ കുത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും ആ ഒരു പ്രസ്താവനയിൽ പേരാമ്പ്രയിലെ CPMനും കാര്യമായ അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ ഈ ഷാഫിയുടെ ഒരു വനിതാ പതിപ്പെന്ന് പോലുമൊക്കെ ഇപ്പോൾ കോൺഗ്രസ് UDF പ്രവർത്തകരൊക്കെ പറയപ്പെടുന്ന ഈ ഫാത്തിമ തഹ്ലിയെ വിമർശിക്കുക വഴി അവർക്ക് കൂടുതൽ ഒരു പ്രത്യക്ഷമായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ അവസരം നൽകുന്നു. അല്ലെങ്കിൽ ആ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ആ UDF ക്യാമ്പിനാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്ന രീതിയിലൊക്കെയാണ് അവിടെ നിന്നും പ്രതികരണമുണ്ടായത്. പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ വിഷയം ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ കോഴിക്കോട്ട് ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ക്യാമ്പിൽ നിന്ന് വരാൻ പോകുന്ന വോട്ടുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോർന്നു പോവുക LDF നിന്നാവും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാവും അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോട് നോർത്തിലും സൗത്തിലും ബേപ്പൂരിലും പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും ഒക്കെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ടുകൾ നിർണായകമായി മാറുന്ന ഒരിടമാണ്. വടകര പോലെ നാദാപുരം പോലെയുള്ള ഇടങ്ങളിൽ ഒരു വലിയ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ എന്ന ക്രൗഡ് പുള്ളറെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചതൊക്കെ ഇത്തരത്തിലൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം മൂലമാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായ ഒരു കടന്നാക്രമണം എന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് പാർട്ടി ജില്ലയിൽ എത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്രമിക്കുന്നു എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞു എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ പഴയ ആവശ്യത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രതികരണം CPM ക്യാമ്പിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഒപ്പം തന്ത്രപരമായ ഒരു പിന്തുണയാണ് ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. UDFന് ശക്തിയുള്ള ഇടങ്ങളിൽ UDFന് പിന്തുണ നൽകുക, UDF സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രഭാവമില്ലാത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യതയെങ്കിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്നൊരു തന്ത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വല്ലാതെ കടന്നാക്രമിച്ച് ആ വോട്ടുകൾ കൂടി ഇല്ലാതാക്കിയാൽ വിജയസാധ്യതകളെ വളരെ ദോഷകരമായി ബാധിക്കും എന്നൊരു തിരിച്ചറിവ് കൂടി CPM-നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പഴയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം CPM ക്യാമ്പിൽ നിന്നും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല. തെരഞ്ഞെടുപ്പ് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ മറ്റു വിഷയങ്ങളെക്കാൾ ഡീലും വികസനവും ഒക്കെ കഴിഞ്ഞാൽ അടുത്തതായി ഉയരാൻ പോകുന്ന ഒരു വിഷയം ഈ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, SDP ബന്ധങ്ങളൊക്കെ തന്നെ ആയിരിക്കും. സജിത്ത്. യെസ്, എന്തായാലും അനീഷ് സൂചിപ്പിച്ചതാണ് വടക്കൻ കേരളത്തിൻ്റെ സാഹചര്യം. എന്തായാലും അനീഷ്, ഈ വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു സുപ്രധാനമായ രാഷ്ട്രീയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി CPM-ന് ആയുധമാണ്. അത് ഉന്നയിക്കുന്നതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന CPM-നെതിരെ പ്രതിരോധത്തിലാക്കുന്ന ആക്ഷേപത്തിനുള്ള മറുപടി എന്ന രീതിയിൽ കൂടിയാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.